നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പാറ്റകളുടെ മുമ്പിൽ പശുക്കളും പശുക്കിടാങ്ങളും മുട്ടുമടക്കിയിരിക്കുന്നു. ഡൽഹി ഇന്ത്യയുടെ ഹൃദയം, ജന്തർ മന്തർ പോരാട്ടത്തിന്റെ ഭൂമി. അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്ന് അഹങ്കാരത്തിന്റെ കാറ്റടിച്ചപ്പോൾ ആ കൽക്കരി പാടങ്ങൾക്കിടയിലേക്ക് ഒരു തീപ്പൊരി വീണു. ആ തീപ്പൊരി പടർന്നു കയറിയത് തെരുവുകളിലേക്കല്ല, ഓരോ വിദ്യാർത്ഥിയുടെയും യുവാക്കളുടെയും നെഞ്ചിലെ ചോരയിലേക്കാണ്. ഓർമ്മയില്ലേ ആ ദിനങ്ങൾ? തണുത്തുറഞ്ഞ ഡൽഹിയുടെ രാവുകളിൽ ഭരണകൂടത്തിന്റെ ഗ്രനേഡുകൾക്കും ലാത്തിചാർജുകൾക്കും മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന ആ യൗവനങ്ങളെ ഭയപ്പെടുത്താൻ നോക്കിയവർക്ക് മുന്നിൽ അവർ പുഞ്ചിരിച്ചു. തളർത്താൻ നോക്കിയവരുടെ മുഖത്തേക്ക് അവർ ചോദ്യങ്ങൾ തൊടുത്തുവിട്ടു. ആര് തോൽപ്പിക്കുമെന്ന് കരുതിയ ഒരു ജനതയുടെ, ഒരു യുവത്വത്തിന്റെ അവിശ്വസനീയമായ ജൈത്രയാത്രയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതെ, ഡൽഹി ജന്തർ മന്തറിൽ ചരിത്രം വഴിമാറിയിരിക്കുന്നു. വിദ്യാർത്ഥി സമരം പൂർണ്ണ വിജയം നേടിയിരിക്കുന്നു. എളുപ്പമായിരുന്നില്ല ഈ വിജയം. അധികാരം അതിന്റെ മുഴുവൻ ഭാരവും ഉപയോഗിച്ച് ആ സമരത്തെ ഞെരിച്ചമർത്താൻ നോക്കി. ഇവർ 2 ദിവസം നിൽക്കും, പിന്നെ പിരിഞ്ഞു പോകുമെന്ന് പരിഹസിച്ചവർക്ക് മുന്നിൽ ദിവസങ്ങൾ ആഴ്ചകളായി മാറി. പക്ഷേ അവർ പിന്മാറിയില്ല. വിശപ്പും തണുപ്പും ഉറക്കച്ചടവുകളും അവരെ തോൽപ്പിച്ചില്ല. കാരണം അതൊരു വ്യക്തിയുടെ സമരമായിരുന്നില്ല, വരും തലമുറയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ക്ലാസ് മുറികൾ ഉപേക്ഷിച്ച് തെരുവിലിറങ്ങിയ ആ കുട്ടികളുടെ കണ്ണിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: നീതി. നിങ്ങൾ ഓർക്കണം, ലാത്തിയടിയേറ്റ് വീണ കൂട്ടുകാരന്റെ ശരീരത്തിന് മുകളിലൂടെ അവർ മുദ്രാവാക്യം വിളിച്ചു. ജയിലറകളിലേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോൾ അവരുടെ തൊണ്ടുകളിൽ നിന്ന് ഉയർന്നത് ഈ രാജ്യത്തിന്റെ ആത്മാവായിരുന്നു. ഞങ്ങൾ തോറ്റുപോവില്ല എന്ന ആത്മവിശ്വാസം. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആയുധം. ഭരണകൂടത്തിന്റെ തോക്കുകൾക്കും ലാത്തികൾക്കും മുന്നിൽ ഒരു പിടി തീപ്പൊരികൾ പോലെ അവർ പടർന്നു പിടിച്ചു. ഒടുവിൽ ആ നിമിഷം എത്തിയിരിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദത്തിന് മുന്നിൽ അധികാരത്തിന്റെ കൊട്ടാരവാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. ജന്തർ മന്തറിന്റെ മണ്ണിൽ ഇന്ന് വിജയത്തിന്റെ കൊടി പാറുകയാണ്. ചോരയും നീരും നൽകി അവർ നട്ട ആ സമരവൃക്ഷം ഇന്ന് പൂത്തു നിൽക്കുന്നു. ഭരണകൂടത്തിന്റെ നെഞ്ചിൽ ചവിട്ടി നിന്ന് അവർ നേടിയെടുത്ത ഈ വിജയം ഇന്ത്യയുടെ ചരിത്രത്തിലെ സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെടും. അടിച്ചമർത്തുന്നവന്റെ മുന്നിൽ തലകുനിക്കാത്ത ഒരു തലമുറ ഇവിടെയുണ്ട് എന്ന് ഈ വിജയം വിളിച്ചു പറയുന്നു. പണത്തിന്റെയും അധികാരത്തിന്റെയും സ്വാധീനത്തിന് മുന്നിൽ യുവത്വം വിലപേശില്ലെന്ന് ഡൽഹിയുടെ തെരുവുകൾ ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ആ സമരം കാണിച്ചു തന്നത് ഒന്നാണ്: ഒരുങ്ങിയിറങ്ങിയാൽ, ചോദ്യം ചെയ്യാൻ ഉറച്ചാൽ ഈ ഭൂമിയിൽ മാറ്റാൻ കഴിയാത്തതൊന്നുമില്ല എന്ന്. ഈ വിജയം ഏതെങ്കിലും വ്യക്തിയുടെയോ സംഘടനയുടെയോ മാത്രം വിജയമല്ല. ഇത് ഡൽഹിയുടെ തണുപ്പിൽ വിറങ്ങലിച്ച് എന്നാൽ മനസ്സിൽ സമരതീയുമായി നിന്ന ഓരോ വിദ്യാർത്ഥിയുടെയും വിജയമാണ്. അക്ഷരങ്ങൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും രാജ്യത്തെ തിരുത്തി എഴുതാൻ കെൽപ്പുള്ള ഒരു പുതിയ ഇന്ത്യയുടെ ഉണർപ്പാണിത്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഈ വിജയം ഒരു അവസാനമല്ല, ഇതൊരു തുടക്കമാണ്. അനീതി എവിടെയുണ്ടായാലും ചോദ്യം ചെയ്യാൻ ഈ യുവത്വം ഇനിയും മുന്നോട്ട് വരും എന്നതിന്റെ പ്രഖ്യാപനമാണിത്. ജനകീയ വിപ്ലവത്തിന്റെ മുമ്പിൽ തലകുനിക്കാത്ത ഒരു ഭരണാധികാരികളും ഒരു ഏകാധിപതികളും ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല. ജന്തർ മന്തറിന്റെ മണ്ണിൽ നിന്നും ഉയർന്ന ആ സമരമുദ്രാവാക്യം ഇതാ രാജ്യത്തിന്റെ അതിരുകൾ ഭേദിച്ച് പ്രതിധ്വനിക്കുകയാണ്. സമരം ചെയ്യുക, വിജയം വരിക്കുക. ജയ് ഹിന്ദ്. ജന്തർ മന്തറിന്റെ മണ്ണിൽ, പോരാട്ട ഭൂമിയിൽ സമരത്തിന്റെ തീജ്വാലകളായി മാറിയ എന്റെ സമര യൗവനങ്ങളെ, നിങ്ങളെ ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്യുന്നു. വിപ്ലവ അഭിവാദ്യങ്ങൾ. എല്ലാവർക്കും നന്മകൾ നേരുന്നു.